അത് ഇട്ടിങ്ങോട്ട് വന്നില്ലേ? നേരെ എത്രങ്ങാനും ആയി. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല തുണിയും കുപ്പായൊക്കെ ഒന്ന് മാറ്റാന്. ഇങ്ങോട്ട് വന്നാണി അതൊക്കെ ഇനി വന്നിട്ട് എടുക്ക. എടി ഞാൻ വരണോ? നിങ്ങൾ പോയാ പോരെ. ഇനിയിപ്പൊ നിങ്ങളിടയില് എന്റെ പൊന്നാരിമ്മ നിങ്ങൾ ഒന്നും പറയണ്ട. നിങ്ങൾ വേഗം ഒന്ന് മാറ്റി വന്നാണേ. ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുള്ളൂ. നിങ്ങൾ മകന്റെ പല്ലുകൾ പോരുന്നത് പിന്നെ എന്തിനു മടി കാട്ടണത്? വേഗം വന്നേ. മാറ്റി എന്നാ വരാല്ലേ. വന്നോ? നല്ല പസിലിഞ്ഞു കഴിഞ്ഞില്ലേ ഒരുക്കാരം? പെലച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞിക്കണേ ഇമ്മ. കഴിഞ്ഞ ഓര് വന്നിക്കണേ. എന്താ വരുന്നടി? ആ സൂപ്പർ. അല്ല ഇമ്മ എങ്ങട്ടാ? ഇമ്മൊപ്പം പോരാ. എന്തേ? ആ ഇമ്മ ഞമ്മളം പോരെ. നല്ല കഥ ചെയ്യുന്നാല് നിങ്ങൾ എന്തൊക്കെയാ പറയണത്? ഇമ്മ പിന്നെ ആരപ്പാ പോരുന്നത്? എന്താ നമ്മളൊപ്പം പോന്നാല്? ഓ ഇജിത് എന്തിനുള്ള പുറപ്പാടാ ഫസീല? എന്നോട് ആരാ ഉമ്മാരെ കൊണ്ടുപോകാൻ പറഞ്ഞത്? ഞാൻ എന്താ പറയണ്ടോ? സ്വന്തം ഇമ്മാനെ ഒപ്പം കൊണ്ടുപോകാൻ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? ഇമ്മളമ്മല്ലേ? ഓ എടി മന്ദബുദ്ധിയെ. ഈ ഇമ്മാക്കെ ഇത്ര കാലമായിട്ട് ഉമ്മാന്റെ പേരും കൂടി സ്വന്തമായിട്ട് എഴുതാന്നിച്ചല്ല. ആ ഇമ്മാനാണല്ലോ ഈ വലിയ പരിപാടി കൊണ്ടുപോകുന്നത്. എനക്ക് മനസ്സിലാവും മാളെ. അനുഭവിച്ചോ? ആൾക്കാരെ മുന്നിലേ എടും ബസളാവിച്ച് ആകട് മാനം കെടും. അനുഭവിച്ചോ? ഇക്കങ്ങനെ പുറത്തേക്ക് ഇറങ്ങാതെ ഇങ്ങനെ അകത്തിരുന്നിട്ട് തന്നെയാണ് ഒന്നും ശീലാകാത്തത്. എപ്പോഴെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറക്കണേ. ഓ എനക്ക് മനസ്സിലാവായിട്ടാ. കഷ്ടകാലത്ത് ഞാൻ വണ്ടിപ്പോ കൊണ്ടേക്കാം. അതിന്റെ മുമ്പില് ഞാൻ തൊഴില് വിരിഞ്ഞു പോയിക്കണം. ഇപ്പൊ എങ്ങനെ എത്ര കാലം സഹിച്ചായിമാൻ. ഇക്കായ എന്തായാലും നിങ്ങളെ സ്വന്തം ഇമ്മല്ലേ, എന്നൊക്കെ പറയാൻ പാടുണ്ടോ? എടി ഇമ്മ കരുതിട്ടേ നമ്മളെ സ്റ്റാറ്റസിൽ കൂടി ചേരണ്ടേ? ഇപ്പൊ തന്നെ നോക്കിയാ കോലം. ഹൈ കണ്ടില്ലൊരു ബാഗ് ഇപ്പൊ കെട്ടിക്കൊടുന്ന കാലത്തുള്ളതാണ്. ഇതെത്തായാലും ഇത്ര കുത്തി നടക്കാനുള്ളത്? കുറച്ച് ഗുളിക മരുന്നല്ലാതെ. ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല. ഫസീല, നിങ്ങൾ പോയി നേരം കളയണ്ട. ഇമ്മണി വരുന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും വരാം. ഓണം ദേശം കൊടുത്തിട്ടുണ്ട.
ഓനവൻ്റെ ഉപ്പാന്റെ സ്വഭാവം അങ്ങനെ തെറ്റിയിട്ടുണ്ട്. ഉപ്പാന്റെ മുറിച്ച മുറിയ പിന്നെ അങ്ങോട്ട് ഉപ്പ കൊടുത്തിട്ട് പുറം ലോകം കാട്ടി തന്നിട്ടില്ല. ഈ പെരയിൽ അങ്ങനെ 24 മണിക്കൂറും കഴിച്ചു വിട്ട്. അതുകൊണ്ടാകും ഒരു ലോകവിവരമല്ല. ഇത്രയും വയസ്സായില്ലേ, ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. എൻ്റെ കുട്ടിക്കൊരു സന്തോഷ ജീവിതം ഉണ്ടല്ലോ, അത് കണ്ടാൽ മതി. പോകാൻ നോക്ക്. എടി ഇജ്ജ് ഇറങ്ങുന്നുണ്ടോ? ഞാൻ പോകാണ്. പോയിക്കോ, ചെല്ലേ. ആ വിളിക്കണോനെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ.